ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ഇപ്രകാരം കാരുണ്യമൂർത്തിയായ ഉത്തമ ശ്ലോകൻ തൻ്റെ ശിഷ്യോത്തമനും ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, രാജയോഗം എന്ന നാലിനെയും വഴി പോലെ ഉപദേശിച്ചു കൊടുത്തു. ഭഗവാന്റെ ശ്രീമുഖത്തു നിന്നും കേട്ടതെല്ലാം ഉദ്ധവർ ശരിയായി ഗ്രഹിച്ച് കൃതകൃത്യനായി പ്രേമപ്രവാഹത്താൽ ഗദ്ഗദകണ്ഠനായി കൃതജ്ഞതാനിർഭരനായി അശ്രുക്കളെ ഒഴുക്കിക്കൊണ്ട് നിന്നതല്ലാതെ ഒന്നും ഉരിയാടാൻ ശക്തനായില്ല. പ്രണയത്താൽ അലിഞ്ഞുപോയ ചിത്തത്തെ വളരെ നേരത്തെ പ്രയത്നം കൊണ്ട് നിരോധിച്ച് പ്രഭുവിൻ്റെ ചരണകാലങ്ങളിൽ ദണ്ഡം പോലെ വീണ് നമസ്കരിച്ചിട്ട് കൈകൂപ്പി തൊഴുതു. ഭഗവാനെ നോക്കി ഉണർത്തിച്ചു. ഹേ ആദിപുരുഷ, കരുണാസാഗര, നിന്തിരുവടിയുടെ കൃപാകടാക്ഷത്താൽ ഉള്ളിൽ ഉണ്ടായിരുന്ന മഹാന്ധകാരം നീക്കപ്പെട്ടു. അഗ്നിയെ ആശ്രയിച്ചവനും ശീതവും തമസും ഭയവും ഉണ്ടാകുമോ? അവിടുത്തെ മായ അപഹരിച്ചു കൊണ്ടുപോയ വിജ്ഞാനദീപം കരുണാവാരതിയായ നിന്തിരുവടി ഈ ഭൃത്യനു തിരിച്ചു തന്ന് അനുഗ്രഹിച്ചുവല്ലോ. ഈ പരമോപകാരം മറക്കാത്ത ഇവൻ ഈ തൃപ്പാദമൂലമല്ലാതെ മറ്റെന്തിനെയെങ്കിലും ശരണം പ്രാപിക്കുമോ? ഒരിക്കലുമില്ല. ഇതേവരെ സ്വജനങ്ങളിൽ ഉണ്ടായിരുന്ന ദുർഭേദ്യമായ സ്നേഹപാശം അവിടുത്തെ പ്രസാദമായി ലഭിച്ച ആത്മബോധത്താൽ മുറിക്കപ്പെട്ടു. ഹേ മഹായോഗിൻ, തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് അടിയൻ യാചിക്കുകയാണ്. ഈ ചരണാംഭോജങ്ങളിൽ പരമപ്രേമം ഒരു കാലത്തും കുറയാതിരിക്കാൻ അനുഗ്രഹിക്കുമാറാകണമേ. ഭക്തപരാധീനനായ മുകുന്ദൻ പറഞ്ഞു, വത്സ ഉദ്ധവ, എൻ്റെ പ്രിയ ഭക്തനായ നീ ഇനി ഇവിടെ ഇരിക്കണ്ട. എൻ്റെ നിത്യസാന്നിധ്യമുള്ള ബദരി ആശ്രമത്തിൽ പോയി വസിക്കുക. എൻ്റെ പാദതീർത്ഥമായ അളകനന്ദയിൽ സ്നാനം ചെയ്ത് ശുദ്ധനായി വൽക്കലം ധരിച്ച് ഫലമൂലങ്ങളെ ഭുജിച്ച് സുഖാശ കൂടാതെ ശീതോഷ്ണാദി ദ്വന്ദ്വങ്ങളെല്ലാം സഹിച്ച് സുശീലനും ജിതേന്ദ്രനുമായി ഇരിക്കുക. അലയടങ്ങിയ സമുദ്രം പോലെ പ്രശാന്തനായി ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഉപദേശിച്ചതിനെ മനനവും നിരിന്യാസവും ചെയ്ത് അനുഭവത്തിൽ കൊണ്ടുവരണം. എന്നെ മാത്രം സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ധർമ്മത്തിൽ മാത്രം ശ്രദ്ധാലുവായിരിക്കണം. എന്നാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ശ്രീ ഭഗവാന്റെ ആജ്ഞ കേട്ട് ഉദ്ധവർ തളർന്നുപോയി. ശ്രീകൃഷ്ണ കൃപയാൽ സകല ഭേദഭാവനകളും നശിച്ച് സമദർശനം ലഭിച്ച തനിക്ക് ഈ ലോകത്തിൽ ഏതൊരു വസ്തുവിനെ പിരിയുന്നതിലും ഖേദമില്ല. പക്ഷേ തൻ്റെ സർവസമമായ സ്വാമിയെ എങ്ങനെ വിട്ടുപിരിയും? ഇത്രയും കാലം ഉറക്കത്തിൽ പോലും പിരിയാതെ ആ പാദമൂലങ്ങളിലാണല്ലോ താൻ കിടന്നത്. എങ്കിലും ഭഗവതാജ്ഞയെ ശിരസ വഹിക്കേണ്ടത് തന്നെ. ഉദ്ധവർ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു. തൃപ്പാദങ്ങളെ സ്പർശിച്ച് നമസ്കരിച്ചു. പ്രഭുവിൻ്റെ തിരുവടികളെ കണ്ണീർ കൊണ്ട് അഭിഷേകം ചെയ്തു. സാവധാനത്തിൽ എഴുന്നേറ്റ് ആ ശ്രീചരണങ്ങളെ തന്നെ നോക്കി നിന്നു. അതിശക്തിയായി ഉറച്ചു വേരൂന്നി ദുർഭേദ്യമായി തീർന്ന പ്രേമാവേശത്താൽ അവിടെ നിന്നും ഒരു ചുവട് വയ്ക്കുവാൻ പോലും ശക്തിയില്ലാതെ ആ ഭാഗവതോത്തമൻ പരിതപിച്ചു. ഭക്തന്റെ പാരവശ്യം കണ്ട് ഭക്തവത്സലന്റെ ഹൃദയം അലിഞ്ഞുപോയി. പൂർവാവതാരത്തിൽ പഞ്ചവടിയിൽ വെച്ച് തന്നെ പിരിയേണ്ടി വന്ന ഭരതന്റെ അവസ്ഥ തിരുമനസ്സിൽ സ്മരിച്ചു. തന്തിരുവടി പ്രിയ ഭൃത്യനായ ഉദ്ധവരെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്ത് തൻ്റെ പാദുകങ്ങളെ കൊടുത്ത് ഒരുവിധം സമാധാനിപ്പിച്ചു. ഉദ്ധവസ്വാമി പാദുകങ്ങളെ ഭക്തി ആദരപൂർവ്വം 2 കൈകളാലും സ്വീകരിച്ച് കണ്ണിൽ ചേർത്ത് കണ്ണീർ കൊണ്ട് കഴുകി ശിരസിൽ വഹിച്ചു. വിരഹാശ്ര പ്രവാഹത്താൽ കണ്ണു കാണാതെ സാവധാനം വിടകൊണ്ടു ബദരിയാശ്രമത്തിൽ പോയിരുന്നു. ശ്രീ ഭഗവാന്റെ അനുശാസനം അക്ഷരം പ്രതി അനുസരിച്ച് കാലം കഴിച്ചു. ഭഗവാനിൽ തന്നെ രമിച്ചുകൊണ്ട് പ്രശാന്തനായി പരിപൂർണ നിർവൃതിയിൽ സ്ഥിതി ചെയ്തു. ഇന്നും അധികാരികൾക്ക് ദർശനവും ഉപദേശവും നൽകി ശ്രീ ഉദ്ധവർ അനുഗ്രഹിക്കുന്നുവെന്നാണ് മഹാത്മാക്കൾ അരുളി ചെയ്യുന്നത്. യോഗേശ്വരന്മാരാൽ സേവിതപാദനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവദ്ധർമ്മമാകുന്ന ആനന്ദസമുദ്രം കടന്നെടുത്ത് ഭാഗവതോത്തമനായ ശ്രീ ഉദ്ധവർക്ക് നൽകിയ ഈ ജ്ഞാനാമൃതം സജ്ജതയോടുകൂടി സേവിക്കുന്നവർ പരമപദമായ ശ്രീകൃഷ്ണ ചരണകമലങ്ങളെ സുഗമമായി പ്രാപിക്കുന്നു. പാൽക്കടൽ കടഞ്ഞെടുത്ത അമൃതത്തെ ദേവന്മാർക്കും വേദസമുദ്രം കടഞ്ഞെടുത്ത ജ്ഞാനാമൃതം ഭക്തോത്തമനായ ഉദ്ധവർക്കും നൽകിയ പുരുഷോത്തമൻ ആദികാരണ്യമായ ശ്രീകൃഷ്ണനെ സേവിക്കുന്നവർ
ശാരീരികവും സാംസ്കാരികവുമായ സകല ക്ലേശങ്ങളും നശിച്ച് കൃതാർത്ഥരാകുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.